ചങ്ങായി നമ്മൾ സിമ്പിളായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ന് അമർത്തുക കേട്ടോ. ഇതിനായിട്ട് നമുക്ക് മെയിൻലി വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഓളം കുരുമുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും അതുപോലെ ഒരു 2-3 ടീസ്പൂണോളം കോൺഫ്ലോറും ചേർത്തിട്ട് അത് നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് കോൺഫ്ലോറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം സൺഫ്ലവറിൽ ഓയിലും നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിൽ മെയിൻലി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സവോള, അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ക്യാപ്സിക്കാണ് നമുക്ക് വേണ്ടത്. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ ഒരു ബൗളിലേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസും അതുപോലെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ പൊരിച്ച ആ സെയിം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറെ പുതിയതായിട്ടാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിനുശേഷം അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും േക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസുമായിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ചിക്കൻ കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷനിലാണ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചില്ലി ചിക്കൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ വേറെ ഡിഷസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, thanks for watching.